ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണ്, സിൻസിയർ ലവ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മൾ അവരുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത് ആദ്യം. സ്ട്രെങ്ത് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ്. 6 കാർഡ്സ് എടുക്കുന്നുണ്ട്. ഫൈവ് ഓഫ് സോർഡ്സ്. Seven of Cups. The Hanged Man. Nine of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 9 of Wands ആണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജമ്പർ കാർഡാണ്, ജമ്പ് ചെയ്ത് വന്നതാണ്. 8 of Wands. Three of Pentacles. Three of Cups. The World. The Chariot. ആണ് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 6 of Cupsന്റെ എനർജിയാണ്. 6 of Cupsന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് നെസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന എനർജിയാണ്. അതായത് നല്ലൊരു റൊമാൻറ്റിക് ലവ്. ഇത് നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കളങ്കമില്ലാത്ത ലവ്, കുട്ടിത്തം നിറഞ്ഞ ലവ് പണ്ട് ഉണ്ടായിരുന്നു. അത് അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. നിങ്ങളത് മുന്നോട്ട് വരും തോറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലവിലാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ലവിലാണ്. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. എല്ലായ്പ്പോഴും അതിനെ ഓർത്തിട്ട് തന്നെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അവരുടെ കറണ്ട് എനർജി സ്ട്രെങ്ത് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ 5 of Swords, 7 of Cups, Hanged Man, 9 of Cups. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 5 of Cups അവർ ഇത്തിരി മാനസികമായ സംഘർഷത്തിലാണ് ഇപ്പോഴെന്ന് കാണുന്നത്. എന്തൊക്കെയോ ചില ഏടാകൂടങ്ങളിൽ പെട്ടിട്ടുണ്ടാവണം. അതുമല്ല എങ്കിൽ ആരെയെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ചോ അല്ലെങ്കിൽ അവരിലേക്ക് അത്തരം ഒരു എനർജി വന്നിട്ടോ ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് അകൽച്ചയിലാണെന്നാണ് കാണുന്നത്. കാരണം 5 of Swordsന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഹാങ്ഡ് മാൻ
വന്നിട്ടുണ്ട്. ഈ ഹാങ്ഡ്മാൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവർക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്ത് അവർ നിന്ന് കുഴങ്ങുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് മുന്നോട്ട് ആക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം അറിഞ്ഞുകൂടാ, സംശയമാണ്. എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ മനസ്സ് കുഴങ്ങിയിരിക്കുന്നു. ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ എന്ന് കാണുന്നുണ്ട്. നമ്മൾ തലകീഴായി നിൽക്കുന്ന ഒരവസ്ഥയിൽ എന്താണ്? നേർബുദ്ധി വരുന്നില്ലല്ലോ, ബുദ്ധി കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ഇപ്പോൾ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവരുള്ളത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ കൂടി അഡിക്റ്റ് ആണ്. മറ്റ് ചില സാഹചര്യങ്ങൾ കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ഒന്നുകിൽ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ആണ്. അവർക്ക് ഒരാളിനെ മാത്രമുള്ള സ്നേഹമല്ല, പലരെയും സ്നേഹിക്കേണ്ട അവസ്ഥയുണ്ട് ഇവിടെ. അത് ചിലപ്പോൾ അവരുടെ ബന്ധുക്കളാവാം, പല സാഹചര്യങ്ങളുമുണ്ട്. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്ട് ആവുന്നതെങ്കിൽ മാത്രമേ എടുക്കാവൂ. മനസ്സിലായി? ഇത് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു റീഡിംഗ് ആവണമെന്നുമില്ല, എല്ലാവർക്കും ഇത് അങ്ങ് റെസണേറ്റ് ആവണമെന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് എടുക്കുക. മനസ്സിലായോ? കപ്പിൾസിന്, ലവേഴ്സിന്, നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും കോണ്ടാക്റ്റിൽ നല്ലതുപോലെ ബന്ധം തുടരുന്നവർക്ക് എല്ലാം ഉള്ളതാണ്. ബന്ധം നല്ലതുപോലെ തുടർന്നു കൊണ്ടുപോയാൽ തന്നെയും അവിടെയും ചില പാളിച്ചകൾ ഉണ്ടാവാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ മറച്ചു വയ്ക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ 5 ഓഫ് സോഡിന്റെ എനർജി, കാരണം കൂടെ നിന്നുകൊണ്ടും എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളിലാണ് അത് അവർ നിങ്ങളോടൊന്നും പറയുന്നില്ല. ഇവിടെ 7 ഓഫ് കപ്സ്, കാരണം അവർക്ക് ചോയ്സസ് വേറെയും ഉണ്ടാവാം. വേറെ ആരോടെങ്കിലും അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രാധാന്യം അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ടാവാം. അഥവാ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി ഇനി നിങ്ങൾ തമ്മിൽ വളരെയധികം ക്ലോസ് റിലേഷൻഷിപ്പ് അഥവാ ഭയങ്കര ഡീപ്പ് ലവിലാണെങ്കിൽ കൂടെയും മറ്റു ചില വ്യക്തികളോടും കൂടെ ഇവർക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും, ഒരാളിനെ ഡീപ്പായിട്ട് ലവ് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാളിനോട് എങ്ങനെയാണ് സ്നേഹത്തിന് പോകാൻ കഴിയുന്നത്? അത് ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാം. അത് മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കിക്കൊണ്ടുള്ള ബന്ധമായിരിക്കണം. വേറൊരാളിനോട് കണക്ഷനിൽ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കുറ്റബോധം ഉണ്ടാവും. നിങ്ങളോടുള്ള ആ ഒരു ലവ് എങ്ങനെയായിരുന്നു, അവരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു ബന്ധം, കുറ്റബോധം ഉണ്ടാവും. അതാണ് അവർ ഇവിടെ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിരന്തരം അവർ ചിന്തിക്കുന്നുമുണ്ട്. മനസ്സിലായി? അവരെങ്ങനെയൊക്കെ ചെയ്താലും അവർ ചിലപ്പോൾ വേറെ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവണം, വേറെ ഒരു അഫയർ അവർക്ക് ഉണ്ടായിരിക്കണം, പണ്ടങ്ങോ കണ്ടുമുട്ടിയ ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ വീണ്ടും പൊടി തട്ടി മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടാവണം. ഇനി അതുമല്ല എങ്കിൽ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ചില ആൾക്കാർ കടന്നുകൂടിയിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുറച്ചൊരു നോ കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുന്നതെന്നും കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് കപ്സ്, എന്നാൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ഹീലിങ്ങിന് ഇഫക്റ്റ് ഉണ്ട്. ഹീലിംഗ് പവറുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ആ ഒരു ഹീലിംഗ് ഇഫക്റ്റ് അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് പവർ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പ്രവർത്തികൾ ഒക്കെയും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. 9 ഓഫ് കപ്സ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് വിവാഹം കഴിയാം എന്ന ഒരു സമയമാണെങ്കിൽ, വിവാഹം നടത്തണം എന്നൊക്കെയുള്ള ആ ഒരു സാഹചര്യമാണെങ്കിൽ അതിനും അവർ
തയ്യാറാണ്, അതിനും അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളോടൊപ്പം വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്നും അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സിന്റെ എനർജി നിറഞ്ഞ സഫലത, സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയും പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ, ചിന്തിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കണമെന്ന്, പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ, അല്ലേ? അതാണ് അവരുടെ സിൻസിയർ ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായില്ല, ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, മുന്നോട്ട് വന്നേ മതിയാകൂ എന്നുള്ള ആ ഒരു ഉൾക്കരുത്തിൽ ഇങ്ങ് വരികയാണ്, പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്ന ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട്, ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കിടയിൽ, അതിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങളിലേക്ക് തന്നെ വരണം. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുമായി വീണ്ടും കൂടിച്ചേരണം. അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഇനി നിങ്ങളോടുള്ള ലവ് എങ്ങനെയാണ് അവർക്ക്? ഇവിടെ 8 ഓഫ് വാൻസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുമായി എപ്പോഴും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജിയാണ്. 8 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോൺഫിഡൻസ് കൂടിയ ഒരു ലവ് ആണ്. വാൻസ് അല്ലേ? വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫയർ സൈൻ ആണ്, ആവേശത്തോടു കൂടിയുള്ള ഒരു ലവ് ആണ്. ചിലപ്പോഴൊക്കെ എന്നാൽ നിങ്ങൾ ചോദിക്കുക എന്താണ് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാത്തത് എന്താണ്? ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ സാധിക്കുന്നില്ല, പല പ്രശ്നങ്ങൾ അവർക്കുള്ളത് കൊണ്ട് ഇപ്പോഴത് സാധിക്കുന്നില്ല. മാറ്റി വെക്കുകയാണ്. ആക്ഷൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറ്. അതുകൊണ്ടാണ് ആക്ഷൻ എടുക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കത്തില്ല, നമ്മൾ അതിന് പോകണം, ശരിയാവണം, അത് ചെയ്യണം എന്നൊക്കെ നമ്മളായാലും മനസ്സിൽ വിചാരിക്കുമല്ലോ ചില കാര്യങ്ങൾക്ക്, അല്ലേ? എന്ന് പറയുന്നത് പോലെ അവരുടെ മനസ്സിലും ചിലപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അവർ ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ 8 ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഒബ്സസ്ഡ് ലവ് ആണ്, പരസ്പരം ടെലിപ്പതി വഴി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സ്നേഹം. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. എപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അവരെന്ത് ചെയ്ത് അവരിത്ര പിണങ്ങിയാലും ഓരോ നിമിഷവും അവർ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നു. മനസ്സിലായി? നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് ചോദിക്കാതെ പറയാതെ ഒരു കാര്യങ്ങളും അവർ ചെയ്തിരുന്നില്ല. അത്രമാത്രം കണക്ഷനാണ് നിങ്ങളോട് ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ വായിൽ വെച്ചു കൊടുക്കുന്ന, ഇരുത്തി ഊട്ടിക്കുന്ന, ഇരുത്തി തീറ്റിക്കുന്ന, ഇരുത്തി സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വളരെയധികം ഒബ്സസ്ഡ് ലവ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളോടുള്ള ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ ഇതാണ്. നിങ്ങളോട് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹം ഇത്തരത്തിലുള്ളതാണ് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന അവരുടെ കറണ്ട് എനർജിയിൽ 9 ഓഫ് കപ്സിന്റെ എനർജി വന്നതാണ്. അപ്പൊ കറണ്ട് എനർജിയിൽ 9 ഓഫ് കപ്സ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. വിവാഹത്തിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പോകണം, നിങ്ങളെ കൂടെ കൂട്ടി ഒരുപാട് സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലെ ഉദ്ദേശവും. ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ട് അവരുടെ കറണ്ട് എനർജിയിൽ. പക്ഷെ വേറെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഡിലേ ആയി പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിന്റെ എനർജി. ഇനി കുറച്ചുകൂടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആക്ഷൻ എടുക്കുക മാത്രമല്ല, ബന്ധത്തിലൊരു ക്ലാരിറ്റി വരുത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളോടൊരു സിൻസിയർ ലവ് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ അടുത്തായിട്ട് 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. എഫേർട്ട്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലവ് ആണ്. ഇവിടെ കണ്ടില്ലേ? എഫേർട്ട്ഫുൾ, അതായത് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും 3 ഓഫ് പെന്റക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളോട് കൂടുതലുള്ള കണക്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അവർക്ക് 7 ഓഫ് കപ്സിന്റെ എനർജി, അതായത് ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റു പലരും അവരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവണം, അവരതിനെയൊക്കെ നിരസിച്ചിട്ടുണ്ടാവണം. കാരണം നിങ്ങളെന്ന എനർജിയിലാണ് അവർ ഒതുങ്ങി കൂടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അങ്ങനെയും ഉണ്ടാവാം.
അതുകൊണ്ടാണല്ലോ ഇവിടെ ഹാങ്ഡ്മാന്റെ എനർജി വന്നത്. അപ്പൊ ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നല്ലതുപോലെ എഫേർട്ട് എടുത്തിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ മുന്നോട്ട് പോകുന്നു, നല്ല ഒരു സൗഹൃദം സ്ഥാപിച്ച് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു. ഇതാണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ അവരുടെ ആറ്റിറ്റ്യൂഡ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്, എല്ലാം തുറന്നു പറച്ചിലിന്റെ ഒരു കണക്ഷനാണ്. നമ്മൾ നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ എന്താണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അല്ലേ. അതാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുള്ള ഒരു സൗഹൃദമായിരുന്നു അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത്. ഈ ഒരു സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, അതുമല്ല എങ്കിൽ വേർപിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കണക്ഷൻ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് അവർ വളരെയധികം പാടുപെട്ട് നേടിയതാണ് ഈ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സ്നേഹം. മറ്റു പല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഫാമിലി ഉണ്ടാവാം, അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ, അവർക്ക് ഫാമിലി ഉണ്ടാവാം, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നിട്ടും വളരെയധികം ബുദ്ധിമുട്ടി നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ മുന്നോട്ട് വെച്ചു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തി അവർക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് കപ്സ് ആണ്, ഗ്രോയിങ് ആൻഡ് കോപ്പറേറ്റീവ് ലവ് ആണ്. ഏത് വിധത്തിലായാലും ഇവിടെ സഹകരിച്ചു പോകുന്ന സ്നേഹമാണ്. സന്തോഷത്തിലൂടെ മുന്നോട്ട് എല്ലായ്പ്പോഴും പോകണമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ ഉള്ളത്. എൻജോയ് ചെയ്ത് പോകണം, സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളിലും ഒന്ന് കെയർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ ഇനി ഏതെങ്കിലും ഒരു വ്യക്തി വന്നാൽ പോലും നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനിടയിൽ ഉണ്ടാവാം. പക്ഷെ ഇവിടെയും അങ്ങനെ കാണുന്നുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. കണ്ടില്ലേ, നിങ്ങൾക്കിടയിൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളോട് അത്തരത്തിലുള്ള ഒരു സഹകരണ മനോഭാവമാണ് അവർക്കുണ്ടായിരുന്നത്, അത്തരത്തിലുള്ള ഒരു സൗഹൃദമാണ് അവർക്കുണ്ടായിരുന്നത്, അത്തരത്തിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഉണ്ടായിരുന്നു തന്നെയുമല്ല, ഇപ്പോഴും അതുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതുപോലെ വേൾഡ് ഡ്രീം കം ട്രൂ, കണ്ടില്ലേ, വേൾഡ് കാർഡ് എന്താണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു ബന്ധമാണ്. ഇതിനപ്പുറത്തിന് വേറെ ആരുമില്ല. ഇവിടെ എന്തോ കംപ്ലീഷൻ ആവുന്നുണ്ട്, നിങ്ങളുമായി ഒത്തുചേർന്നപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ സഫലമാക്കിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രോസ്പെറിറ്റി, ഐശ്വര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു, അബണ്ടൻസിലേക്ക്, സന്തോഷത്തിലും സമൃദ്ധിയിലേക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു ചേരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രണ്ട്ലി ലവ് എന്ന് പറയുന്നത്. മനസ്സിലായി, ഇവിടെ ഇത് കംപ്ലീഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹത്തിന് ഇവിടെ മറ്റൊരു പകരം വയ്ക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പകരമാക്കി വെക്കാനായിട്ടും ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്കുള്ളത് നിങ്ങൾ തമ്മിൽ മാത്രമാണ്. നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾ തമ്മിലേ ഉള്ളൂ. മനസ്സിലായി, മറ്റൊരിടത്തും അത് പകരമാക്കി വെക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം നിങ്ങൾ ഇവിടെ കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടൂ, സ്വപ്നങ്ങൾ സഫലമായി കിട്ടൂ, യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇതിവിടെ നമ്മൾ പറയാൻ പറ്റുന്ന 7 ഓഫ് കപ്സിന്റെ എനർജി വന്നു കഴിഞ്ഞാൽ അവരുടെ മനോഭാവം ഇതാണ്, നിങ്ങളോടുള്ളത് ഇത് തന്നെയാണ്. ഇനി അടുത്ത് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്, ഡിറ്റർമിൻഡ് ആൻഡ് സക്സസ്ഫുൾ ലവ് ആണ്. അല്ലേ, ഇതിനിടയ്ക്ക് വേറെ ആരൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ മാത്രമേ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കൂ, അല്ല എങ്കിൽ നിലനിൽക്കുകയുള്ളൂ. അതാണ് ഇവിടെ ചാരിയട്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ വളരെയധികം പവർഫുൾ ആണ് വ്യക്തി. എന്തുകൊണ്ട് പവർഫുൾ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റാരുടേതുമല്ല, അവരുടേതാണ്. അത്രമാത്രം ഒരു സിൻസിയർ ലവ് ആണ് നിങ്ങളോടുണ്ടായിരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഡിറ്റർമിൻഡ് ആൻഡ് സക്സസ്ഫുൾ ലവ് ആണ്. അവരുടെ മനസ്സിൽ അത്രമാത്രം അടിയുറപ്പിച്ചതാണ് ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. ഈ ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് വളരെയധികം സക്സസിലേക്കാണ് നീങ്ങാൻ കഴിയുന്നത്. നിങ്ങളെ മുൻപിൽ നിർത്തി അവർക്ക് രഥം ഓടിക്കാൻ കഴിയുന്നു. അതാണ്
കണ്ടില്ലേ, ഇതാണ് ഒരു രഥത്തിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ അവരോടൊപ്പം തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവരെക്കാൾ ഒരു പടി കൂടി മുൻപിൽ നിൽക്കുന്നത് നിങ്ങളാണ്. അങ്ങനെ നിങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാണ് അവരെ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വേറായിട്ട് കാണാനോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ കൊണ്ടുവരാനോ അല്ല അവരിവിടെ ശ്രമിക്കുന്നത്. അത്രമാത്രം സക്സസ്ഫുൾ ആയ ഒരു ലവ് ആണ് നിങ്ങളോടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്നാണ് അവരിവിടെ തീരുമാനിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് 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 ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ സിൻസിയർ ലവ് ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളോടുള്ളത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വന്നിരിക്കുന്ന റീഡിങ് അങ്ങനെയാണ്. നമുക്ക് ഒറാക്കിൾ കാർഡ്സ് ഒന്നും നോക്കാതെ ഇവിടെ റിസപ്റ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്, കോംപ്രമൈസ് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ കോംപ്രമൈസ് ചെയ്തു പോകാൻ സാധിക്കും. അവരുടെ സ്നേഹത്തെ ഇവിടെ സ്വീകരിക്കാൻ നിങ്ങളെ കവിഞ്ഞ് മറ്റാരുമില്ല. അവരുടെ സ്നേഹം സ്വീകരിക്കാൻ നിങ്ങൾ മാത്രമാണ് അർഹർ. നിങ്ങൾ അതിന് അർഹരാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. മനസ്സിലായി? ഇവിടെ ഒബ്സസ്ഡ് ലവ്, നിങ്ങളാണ് അതിന് അർഹർ, മറ്റൊരു വ്യക്തി അല്ല. എത്രമാത്രം സെലക്ഷനുകൾ ഇനി വേറെ ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും അർഹർ നിങ്ങൾ മാത്രമാണ്. നിങ്ങളോട് മാത്രമേ അവർക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റൂ. നിങ്ങളെ മാത്രമേ അവർക്ക് അത്രമാത്രം കെയർ ചെയ്യാൻ പറ്റൂ, സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ, മുന്നോട്ടൊരു സക്സസിലേക്ക് ഈ ജീവിതം കൊണ്ടുപോകാനും സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹാർമണിയാണ്, ഐക്യത്തിലൂടെ മുന്നോട്ട് പോകണം. വളരെ നല്ല എനർജിയാണ് ഈ കോംപ്രമൈസിന്റെ തന്നെ ഇതാണ്, എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐക്യത്തിലൂടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. കണ്ടല്ലേ, സ്നേഹം, ഒരുപാട് സ്നേഹം കൂടിച്ചേർന്ന് പോകാനുള്ള രണ്ട് ദമ്പതികളുടെ എനർജിയാണിത്, കപ്പിൾസിന്റെ എനർജിയാണിത്. അപ്പൊ ഇവിടെ കൂടിച്ചേർന്ന് മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ഐക്യത്തിലൂടെ മുന്നോട്ട് പോകണം, ഒരുപാട് തിരിച്ചറിവിലൂടെ, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന സ്നേഹത്തിലൂടെ, നല്ലൊരു പ്രണയത്തിലൂടെ ഒക്കെയും മുന്നോട്ട് ഇനി പോകണം. ഇവിടെ തിരിച്ചറിവുകൾ വരികയാണ്. കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തിരിച്ചറിവുകൾ ഉണ്ടാകും. അങ്ങനെ ഇനി മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം മുന്നോട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഐക്യത്തിലൂടെ മുന്നോട്ട് പോകും, ഒരു പുതിയ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോകും, റിസപ്റ്റിവിറ്റിയിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയുള്ള ഒരു സന്തോഷത്തിലൂടെ, പരസ്പര ഹീലിങ്ങിലൂടെ, ചക്രാസ് ആക്റ്റീവ് ആകുന്ന എനർജി, ഹീലിങ്ങിലൂടെ, പരിശുദ്ധി നിറയുന്ന എനർജി, ദൈവികമായ അനുഗ്രഹത്തിലൂടെ, ഇവിടെ ദൈവികമായ അനുഗ്രഹമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എനർജിയിലൂടെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകും വീണ്ടും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? ഫുൾ കാർഡാണ്. അപ്പോൾ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ വീണ്ടും ജീവിതത്തിന്റെ ഒരു തുടക്കം വീണ്ടും വരുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല ഒരു ലൈഫിലേക്ക് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പരസ്പര സ്നേഹബന്ധം നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനി ഈ പ്രശ്നങ്ങളിൽ, ഇനി ഈ സ്നേഹത്തിൽ ഒരു വിള്ളൽ വീഴരുത്, നീ ഇവിടെ ഒരു വേർപാട് സംഭവിക്കരുത് എന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടി യൂണിവേഴ്സിൽ വിശ്വാസമർപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബിസിനസ് ഇത്ര നാളും അവർ മടി പിടിച്ചിരുന്നുവെങ്കിൽ ഇനി ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ്. അവർക്ക് എന്തെങ്കിലും മെസ്സേജ് നിങ്ങളോട് ഉണ്ടോ എന്നൊന്ന് നോക്കാം. എന്ത് മെസ്സേജാണ് അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഐ വാണ്ട് ടു ഫാൾ ഇൻ ലവ് വിത്ത് യു അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാനിവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു, പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? പിന്നെ അവർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്, ഞാനിവിടെ എന്താണ്, നിങ്ങളുടെ ലവിൽ വീണ്ടും വീണ്ടും വീണിരിക്കുകയാണ്. എനിക്കിവിടെ നിന്ന് ഈ ഒരു ഒബ്സസ്ഡ് ലവ്, 8 ഓഫ് വാൻസിന്റെ ലവ് കണ്ടില്ലേ, ഒബ്സസ്ഡ് ലവ് ആണ്. ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിലായി? ഈ ഒരു സ്നേഹത്തിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ, അല്ല എങ്കിൽ എനിക്കിതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ സ്നേഹത്തിൽ വീണ്ടും വീണ്ടും
വീണുപോയിരിക്കുന്നു. ഇവിടെ നിങ്ങളൊരു നല്ല ഹീലറാണെന്ന് കാണുന്നുണ്ട്. നല്ല ദൈവാനുഗ്രഹമുള്ള കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. ഐ ഫീൽ വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. എനിക്ക് എൻ്റെ സംശയം കണ്ടില്ല. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. നമ്മൾ ഒരാൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മൾ പരസ്പരം. നമുക്ക് പരസ്പരം ഉള്ള ഒരു ലൈഫ്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേർപാട് നമ്മൾക്കിടയിൽ ഉണ്ടാവില്ല. പരസ്പരം നമ്മൾ ഒരാളിനൊരാള് സൃഷ്ടിച്ചതാണ്, ഒരാളിനൊരാളെ ദൈവം സൃഷ്ടിച്ചതാണ്. പരസ്പരം കൂടിച്ചേർന്ന് പോകേണ്ടതാണ്. ഇവിടെ കോംപ്രമൈസ് വന്നിരിക്കുന്നു, ഇവിടെ ഹാർമണി വന്നിരിക്കുന്നു. ഇവിടെ രണ്ടും ഐക്യത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന എന്താണ്, നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ദിവസത്തെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ. എന്ത് തെറ്റാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് തെറ്റ് ഞാൻ ചെയ്തോ. തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവണം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അല്ലേ? ഇല്ല എന്ന് നമുക്ക് ഇവിടെ വന്നിട്ടില്ല. തെറ്റുകൾ ഉണ്ട് അവർക്ക്, അതുകൊണ്ടാണ് അവരുടെ കറണ്ട് എനർജിയിൽ ഇത്തരത്തിലുള്ള കാർഡ്സ് വന്നത്. അപ്പോൾ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടാവണം, പക്ഷെ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. മനസ്സിലായി അത്? അപ്പോൾ എന്നോട് പുറത്തു തരൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.